you and I, jumping off the edge. They say dreamers never die, so come and fly, come and fly, come and fly away with me. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ 2023 ഇപ്പോൾ നമുക്കൊരു എൻഡിൽ വന്ന് നിൽക്കുകയാണ് അല്ലേ. ഇപ്പോൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് 2-3 ദിവസത്തിനുള്ളിൽ കഴിയും. ഈ വീഡിയോ പോസ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും 2023 കഴിയാറായി. അപ്പോൾ 2024 സ്റ്റാർട്ടിങ്ങിലും 2023 ഇപ്പൊ എൻഡ് ആവുന്ന ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എല്ലാവരുടെ ഈ ഒരു 2023 എന്ന വർഷം? എല്ലാ വർഷവും കഴിയുമ്പോൾ നമ്മളൊന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതാണല്ലേ. ഈ ഒരു വർഷം നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റി, എന്തൊക്കെ നമ്മൾ ചെയ്തു, അല്ലെങ്കിൽ എന്തൊക്കെ മോശപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിച്ചു എന്നൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനും അത് സഹായിക്കും. അതേപോലെ തന്നെ നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാനും അത് സഹായിക്കും. അപ്പൊ എന്റെ ഒരു 2023 എന്ന് പറഞ്ഞ ഈ ഒരു ഇയർ എന്നെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കാതിരിക്കുന്നതാണ് ഭേദം. അത്രയ്ക്ക് ഇങ്ങനെ മോശമൊന്നുമല്ല, ഞാൻ വെറുതെ പറഞ്ഞത്. അപ്പൊ ഫ്രം ദ ബിഗിനിങ് തൊട്ട് പറയുകയാണെങ്കിൽ 2022 ഒരു ഡിസംബർ 28-29 ആയപ്പോഴേക്കും ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി. ഞാൻ എൻ്റെ ബ്ലഡിൽ ഇൻഫെക്ഷൻ ആയിട്ട് പനിയൊക്കെ ആയി. അങ്ങനെ ബ്ലഡിൽ ഇൻഫെക്ഷൻ ആയി ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പൊ എൻ്റെ ന്യൂ ഇയർ ഒക്കെ ഞാൻ ആഘോഷിച്ചത് ഹോസ്പിറ്റലിലാണ്. അയ്യോ, അത് തുടക്കം തന്നെ ഹോസ്പിറ്റലിൽ നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് ന്യൂ ഇയറിന്റെ അന്ന് രാത്രി 12 മണിക്ക് നമ്മളൊക്കെ വീട്ടിലിരുന്നാണല്ലോ ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കാറ്. നമുക്ക് അങ്ങനെ ചില്ലിങ്ങും വൈബിങ്ങും പാർട്ടി ഒന്നുമില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ 12 മണിക്ക് ഗ്രൂപ്പ് കോൾ വിളിച്ചു. എന്നിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചില്ല് ചെയ്യാം, 12 മണി വരെ ഒന്ന് വെറുതെ ഒന്ന് ചില്ലൊക്കെ ചെയ്ത് പോകാന്നൊക്കെ വിചാരിച്ചിട്ട് വീഡിയോ കോൾ വിളിച്ചു. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്നാണ് വീഡിയോ കോളൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ തുടങ്ങിയതുകൊണ്ട് തന്നെ എനിക്കൊരു ഇതുണ്ടായിരുന്നു, ഈ വർഷം അത്ര പോരെന്ന് തോന്നുന്നു, തുടക്കം തന്നെ ഹോസ്പിറ്റലിൽ നിന്നാണല്ലോ എന്നൊക്കെ ഉള്ള ഒരു മൈൻഡ് ആയിരുന്നു എനിക്ക്. പക്ഷെ ഞാൻ അങ്ങനെ വിചാരിച്ചെങ്കിലും ഒന്നാലോചിച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഈ ഒരു വർഷം. ഇത് വലിയ കുഴപ്പമില്ലായിരുന്നു. ന്യൂ ഇയർ ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് കഴിഞ്ഞ് വീട്ടിലൊക്കെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കോഴിക്കോട് എന്ന മനോഹരമായ പേര് ഉള്ള സ്ഥലം കോഴിക്കോടിലേക്ക് പോകുന്നത്. സംഭവം ഞാൻ, നന്ദന, ദേവനന്ദന, അമൃത, നമ്മൾ ഇത്രയും പേരും കൂടി, നിങ്ങൾ പല വീഡിയോസിൽ അവരെ കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്റെ ചാനലിൽ മിക്ക വീഡിയോസിൽ അവരുണ്ട്. അപ്പോൾ നമ്മളെല്ലാരും കൂടി കോഴിക്കോട് പോയി. സംഭവം NIT ഒരു ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനുവേണ്ടി പോയതാണ് കോഴിക്കോട്. അങ്ങനെ പിന്നെ അത് ഭയങ്കര എന്റെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇത്രയും ലോങ് ഞാൻ ഇതുവരെ എന്റെ ഫ്രണ്ട്സിനോട് പോയിട്ടില്ല. പിന്നെ കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ് ടൈം പോയതാണ് അന്ന്. ഇപ്പോൾ നമ്മൾ കേട്ടല്ലേ ഉള്ളൂ കോഴിക്കോട് ഫുഡ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അവിടെ പോകാനുള്ള ഭയങ്കര ഒരു ത്രില്ഡായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ പോയി. ട്രെയിൻ നമ്മൾ സീറ്റർ ഇരുന്ന് പോകുന്ന, ലൈക്ക് സ്ലീപ്പർ അല്ല, സീറ്റർ പോലെ ഇതിലാണ് പോയത്. ഇത് എക്സ്പ്രസ് ഒന്നും അല്ലായിരുന്നു ട്രെയിൻ. അപ്പൊ അത് എല്ലാ സ്റ്റോപ്പിൽ നിർത്തി, മിക്ക സ്റ്റോപ്പിൽ നിർത്തി പോകുന്ന ട്രെയിൻ ആയിരുന്നു. അതുകൊണ്ട് ഒരു 10 മണിക്കൂറോളം ട്രെയിനിൽ ഇരുന്നിട്ടാണ് നമ്മൾ കോഴിക്കോട് എത്തിയത്. അങ്ങനെ അതിന്റെ ഇടത്തിൽ വേറൊരു സംഭവം സംഭവിച്ചു. അതെന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന സംഭവം. അതേ ഇനി സംഭവിക്കില്ലെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സംഭവം, നമ്മൾ ഷൊർണൂർ ട്രെയിൻ നിർത്തി. ആ സമയത്ത് തന്നെ ബുദ്ധിമതിയായ കൂട്ടുകാരി ദേവനന്ദനെയാണെന്ന് തോന്നുന്നു ആ ഒരു ഇൻഫർമേഷൻ നമുക്കൊക്കെ പാസ് ചെയ്തത്. ഇവിടെ എന്തോ 1/2 മണിക്കൂറോ 1 മണിക്കൂറോ ട്രെയിൻ നിർത്തിയിടും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ ചുമ്മാ ഇറങ്ങി നോക്കിയപ്പോൾ ട്രെയിനുള്ള മിക്കവരൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങി. അപ്പൊ വീട്ടിൽ നിന്ന് പ്രത്യേകം പറഞ്ഞാൽ മതി, ഒരു സ്റ്റോപ്പിൽ ഇറങ്ങരുത് അങ്ങനെ ഇങ്ങനെ. അങ്ങനെ നമ്മൾ പക്ഷേ ഇനി ഇത്ര സമയം ഉണ്ടല്ലോ എന്നുള്ള ഇതിലങ്ങ് ഇറങ്ങി കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് തികഞ്ഞില്ല, അപ്പോഴേക്ക് ട്രെയിൻ പോയി തുടങ്ങി. അപ്പൊ നമുക്ക് ട്രെയിൻ പോകണം. അങ്ങനെ നമ്മൾ അവിടുന്ന് പെട്ടെന്ന് ചാടി കയറി. ആ സമയത്ത് എന്റെ ഷൂ ഊരി ട്രെയിനിന്റെ ആ പാളത്തിലോട്ട് പോയി. എന്റെ പൊന്നെ, ഒന്നാമത്തെ കാര്യം ട്രെയിൻ, അതൊക്കെ എനിക്ക് എന്തോ ഒരു ഇതേപോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ ഒരു വല്ലാത്തൊരു ഇതായിരുന്നു അത്. എന്റെ മേക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്ക് കിളി പോകണം. അങ്ങനെ ഞാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ചെരുപ്പില്ലാതെ കാല് കുത്തി. സത്യം പറഞ്ഞാൽ ശരിക്കും നമ്മൾ കാല് കുത്തുന്ന പറയുമ്പോൾ നമ്മൾ ബെയർ ഫൂട്ടായിട്ട് കാല് കുത്തണം. ഞാൻ അങ്ങനെ ചെയ്തു. എന്താ പറയാ, ചെരുപ്പില്ലാതെ ഞാൻ കാല് ശരിക്കും കുത്തി. അങ്ങനെ ഞാൻ അവിടെ കൂടെ എല്ലാം നടക്കാം അങ്ങനെ. പക്ഷെ എനിക്കത് ഭയങ്കര ഒരു ഇതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷന്റെ കാര്യം നമുക്ക് അറിയാമല്ലോ. അപ്പം അങ്ങനത്തെ ഒരു ഇത്. പിന്നെ അങ്ങോട്ട് റോഡ് ഭയങ്കര പഴുത്ത് കിടക്കുന്നു, ചൂടെടുത്ത് ഭയങ്കര പുള്ളി കിടക്കും. അപ്പൊ എന്റെ കാല് പൊള്ളുന്നുണ്ട്. ലാസ്റ്റ് പിന്നെ എന്റെ ഫ്രണ്ട് അമൃത എനിക്കൊരു ചെരുപ്പൊക്കെ തന്ന് സഹായിച്ചു. അങ്ങനെ പിന്നെ അതങ്ങനെ പോയി. അതിനെപ്പറ്റി ഓർക്കുമ്പോൾ എനിക്ക് ഈ ഒരു കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നു. പിന്നെ നമ്മൾ കോഴിക്കോട് മൊത്തം ഇത്രയും ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒന്ന കാര്യം, നമ്മൾ ഫ്രണ്ട്സിനോട് ഇത്രയും ലോകം പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ അറിഞ്ഞു കൊടുക്കുന്ന സ്ഥലം, അവിടെ ഏതൊക്കെ സ്ഥലം കാണാൻ നല്ലത്, കഴിക്കാൻ പറ്റിയ നല്ല റെസ്റ്റോറൻറ്റ്, അതൊന്നും നമുക്കറിയില്ല. അപ്പൊ നമ്മളിങ്ങനെ ഒരു എന്താ പറയാ, ഗൂഗിൾ മാപ്പ് ഇട്ടും ഓരോ ഗൂഗിൾ റിവ്യൂ നോക്കി അങ്ങനെ നമ്മളായിട്ട് തന്നെ ഇവിടെ പോവാം. അവിടെ കൂടുതൽ ഓട്ടോറിക്ഷയാണ്. നമ്മൾ ബസ്സിനെ കണ്ടി കൂടുതൽ നമ്മൾ കണ്ടത് ഓട്ടോ. അവിടെ നല്ല രസമാണ്. അവിടെ ഇങ്ങനെ ഓട്ടോട്ടൊക്കെ കയറി പോയി ഒരു ഭയങ്കര വൈബായിരുന്നു അത്. ആ ഒരു ട്രിപ്പ് എനിക്ക് പോകാൻ പറ്റി. പിന്നെ ഈ ഒരു വർഷം മൊത്തം ട്രിപ്പൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പോകാൻ പറ്റും. ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോട് കൊച്ചി പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്റേൺഷിപ്പിനായിട്ട്. അതും ഇതേപോലെ അടിപൊളി ഫുഡിങ്ങും കാര്യങ്ങളും നൈറ്റ് ലൈഫും ചില്ലൊക്കെ ആയിരുന്നു. അതും ഭയങ്കര ഒരു മെമ്മറി ആയിട്ട് ഈ ഒരു വർഷത്തിലുണ്ട്. പിന്നെ ഈ ഒരു വർഷം പറയുകയാണെങ്കിൽ കൂടുതലും ഒരുപാട് ട്രിപ്പ് പോകാൻ പറ്റി. ഇപ്പൊ ഫാമിലിയുടെ കൂടെ ആണെങ്കിലും ഫ്രണ്ട്സിന്റെ കൂടെ ആണെങ്കിലും ഒക്കെ നമുക്ക് ഇങ്ങനെ ഒന്ന് കറങ്ങാൻ പറ്റിയ ഒരു വർഷമായിരുന്നു ഇത്. കാര്യം
ഫാമിലിയുടെ വാഗമൺ, മൈസൂർ, കന്യാകുമാരി ഒക്കെ എനിക്ക് ഇത്തവണ പോകാൻ പറ്റി. പിന്നെ ഞാൻ എൻ്റെ വ്ളോഗ് പിന്നെ റീസ്റ്റാർട്ട് ചെയ്തു. കാര്യം ഒരു 2 വർഷം മുന്നേ ഞാൻ വ്ളോഗ് വീഡിയോ ക്രിയേഷൻ തുടങ്ങി. ടീച്ചർ കുട്ടി അതേപോലത്തെ ടൈപ്പ് ഓഫ് കണ്ടന്റ് വീഡിയോസ് ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോഴും ഞാൻ ഇടയ്ക്കൊക്കെ ഇരുന്ന് കാണും എൻ്റെ ആ വീഡിയോസ്. അതൊക്കെ ഞാൻ എങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത് എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് ഇതാക്കാൻ പറ്റുന്നില്ല. അത് എനിക്ക് ഇത് ചെയ്യണമെന്നുള്ളൂ, പക്ഷെ എനിക്ക് അങ്ങോട്ട് ഇത് വരുന്നില്ല അത് ചെയ്യാനായിട്ടുള്ള. പിന്നീട് അതേപോലെ യൂട്യൂബ് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്തു. അതൊരു വലിയൊരു ഇതാണ്. അത് ഞാൻ കന്യാകുമാരി പോയി. അത് സംഭവം കന്യാകുമാരി പോണത് തന്നെ ഭയങ്കര കോമഡിയാണ്. അച്ഛൻ നമുക്ക് കന്യാകുമാരി പോയാലോ, പോവാം. എൻ്റെ വീട്ടിൽ എപ്പോഴും എല്ലാം സംഭവിക്കണം ഇങ്ങനെ പെട്ടെന്നാണ് സംഭവിക്കുന്നത്. എന്തെങ്കിലും പറയാ, ഇവിടെ പോവാം, എന്നാ പോവാം, ഇങ്ങനത്തെ ഒരു രീതിയിലാണ്. ഭയങ്കര പ്ലാൻഡ് ആയിട്ട് സംഭവിക്കുന്നതേ അല്ല. അങ്ങനെ കന്യാകുമാരി പോയ ടൈമിൽ ഇതേപോലെ ഒരു ഷോർട്ട് വീഡിയോ എടുത്തു. അത് കോമഡിയാണ്. ഞാൻ ഇപ്പോഴും കാണുന്ന ഷോർട്സ് വീഡിയോ. അത് ഞാൻ ഭയങ്കര പോളിഷ്ഡ് ആയിട്ട് എന്തൊക്കെ സംസാരിക്കുന്നത്. ഗൈസ്, നമ്മൾ കന്യാകുമാരിലാണ്, അപ്പൊ നമുക്ക് ഇവിടെ സൺറൈസ് ഇവിടെ ഉണ്ടായിട്ടില്ല, ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് വർത്താനമൊക്കെയാണ് ഞാൻ അതിൽ സംസാരിക്കുന്നത്. അത് എന്നിട്ട് ഞാനത് ഭയങ്കര കോൺഫിഡൻസോടെ പോസ്റ്റ് ചെയ്തു. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവാത്തത്. അതിപ്പോഴും ഇത് കാണുമ്പോൾ എനിക്ക് ഇപ്പോഴും കൂടെ എക്സെപ്റ്റ് ചെയ്യുന്നത് എന്തോ കാണിച്ചു വെച്ചേക്കുന്നത്, അങ്ങനത്തെ ഒരു രീതിയാണ്. പിന്നെ അവിടെ തന്നെ ഇട്ടിട്ടുണ്ട് ഞാൻ ചാനലിൽ, ഇവിടെ കൊടുക്കാം. ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് കന്യാകുമാരിയിലാണ്. കന്യാകുമാരിയിൽ ഒരു സൺറൈസ് കാണാൻ എത്തിയതാണ്. ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു, പെട്ടെന്നുള്ളൊരു ട്രിപ്പായിരുന്നു. ഇതുവരെ സൺറൈസും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുവാണ്. അതിൽ ഷോ യു ദ വ്യൂ. അത് ഭയങ്കര കോമഡിയാണ്. എനിക്ക് ഇടയ്ക്കിടെ കാണുമ്പോൾ എനിക്കത് ഭയങ്കര വിറ്റായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ പിന്നെ ഒരുപാട് ഇതേപോലത്തെ കുറേ കാര്യങ്ങളൊക്കെ ലൈഫിൽ സംഭവിച്ചതാണ്. പിന്നെ ഓണം ടൈമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഓണത്തിന് എൻ്റെ അച്ഛൻ സർപ്രൈസ് ആയിട്ട് നാട്ടിൽ വന്നതാണ്. പക്ഷേ കുറച്ച് BP ഒക്കെ ലോ, അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് കാരണം അച്ഛൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിപ്പോയി. അങ്ങനെ കറക്റ്റ് അച്ഛൻ ഉത്തരാടത്തിൽ നിന്നാണ് വന്നത്. പിറ്റേ ദിവസം തിരുവോണം. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിലായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ അനിയത്തെ അച്ഛനും ഉണ്ടായിരുന്നു വീട്ടിൽ. അങ്ങനെ നമ്മള് ഞാൻ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു. ഇവിടെ സദ്യ ഒക്കെ എല്ലാ വർഷവും വീട്ടിൽ ചെയ്യുന്നതാണല്ലോ. അപ്പൊ സദ്യയൊക്കെ ഉണ്ടാക്കി അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള ഒരു പ്ലാനൊക്കെ പോലെ ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് ഇതേപോലത്തെ സാധനങ്ങളൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഈ അമ്മയാണ് ഈ പരിപ്പ് പച്ചടി അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പൊ ഇതൊന്നും ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പൊ ഞാൻ പക്ഷേ യൂട്യൂബിലൊക്കെ നോക്കി എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ പഠിച്ച് അങ്ങനെയൊക്കെ എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പല വീഡിയോസിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്കിത് കുക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ കുക്കൊക്കെ ചെയ്യാൻ നോക്കി, കുക്ക് ചെയ്തു. അതിന്റെ ഫോട്ടോ ഇവിടെ കൊടുക്കാം. അതെനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി. എന്നെ കൊണ്ട് ഞാൻ ഇത്രയൊക്കെ എങ്ങനെ ഉണ്ടാക്കി. പിന്നെ അച്ചാറും കാര്യങ്ങളൊക്കെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ വെച്ചപ്പോൾ കുറച്ചും കൂടെ വിപുലമായതായിരിക്കും. എന്നാലും എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്തു. എനിക്കതൊരു ഞാൻ ചെയ്യാത്തത് കൊണ്ട് എനിക്കത് ഭയങ്കര ഒരു ഇതായിരുന്നു. ചെയ്യുന്നവർക്ക് ഇതായിരിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പിന്നെ എനിക്ക് ആലോചിക്കുമ്പോൾ പിന്നെ മീനാക്ഷി, ബേബിക്കുട്ടൻ, വാവക്കുട്ടൻ അവരെ എനിക്ക് കാണാൻ പറ്റുന്നത് വളരെ റെയർ ആയിട്ടാണ്. കാര്യം നമ്മൾ മസ്കറ്റിലോട്ട് പോകുമ്പോഴാണ് നമ്മളെല്ലാം ഭയങ്കര റീയൂണിയൻ സംഭവിച്ച് കുറെ നാൾ നിൽക്കാൻ പറ്റുക. പക്ഷേ ഇത്തവണത്തെ ഇതിൽ ഇന്റർനാഷണൽ ട്രിപ്പ് ഉണ്ടായില്ല. അതൊരു എനിക്ക് വിഷമമുണ്ട്. ഈ ഒരു വർഷം മൊത്തം അത് നടന്നിട്ടേ ഇല്ല. അടുത്ത വർഷം ഹോപ്പ്ഫുള്ളി നടന്നാൽ കൊള്ളായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത് നടന്നില്ല. അപ്പോൾ പക്ഷേ എന്നാൽ പോലും നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് ഇടയ്ക്ക് നമുക്ക് തൃശ്ശൂർ പോകാൻ പറ്റി. അവർ ഇങ്ങോട്ട് വന്നു. അങ്ങനെ നമുക്ക് ഈ ഒരു വർഷം ഒരുപാട് അങ്ങോട്ട് കൂടി മീറ്റ് ചെയ്തു. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു വലിയൊരു ഹാപ്പിനെസ് തരുന്ന ഒരു ഇതാണ്. ഭയങ്കര ഹാപ്പി പ്ലേസ്, ഒരു സെക്കൻഡ് ഹോം പോലെയൊക്കെയാണ്. അപ്പൊ എന്തായാലും അത് നടന്നു. അത് എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ടായ ഒരു കാര്യമാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് പറ്റിയ ഒരു ഇയർ ആണ് ഈ ഒരു ഇയർ. അതുകൊണ്ട് കുറെ റിയലൈസേഷൻസ് ഉണ്ടായ ഒരു വർഷമാണ്. എല്ലാ വർഷം ഉണ്ടാവാറുണ്ട്, ചില വർഷം കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാവും, അത്രേ ഉള്ളൂ. പിന്നെ ഒരു മെന്റൽ ഹെൽത്തിന്റെ സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇത്തവണയാണ് എനിക്കൊരു വൃത്തികെട്ട സ്വഭാവം ഉണ്ടായത്. ഓവർ തിങ്കിങ്. മിക്കവാറും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം ആണല്ലേ ഓവർ തിങ്കിങ്. എനിക്ക് ആദ്യമൊന്നും വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ പോവാ ഇത് ഭയങ്കര സീനായി തുടങ്ങി. ഈ ഓവർ തിങ്കിങ് ഇഷ്യൂ ഞാൻ എന്തൊരു ചെറിയ കാര്യത്തിൽ ഓവർ തിങ്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. അങ്ങനത്തെ ഒരു രീതിയിലേക്ക് വരെ മാറി. അപ്പം ആ ഒരു കാര്യമാണ് എനിക്ക് ചെറുതായിട്ട് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത്. നന്ദനൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നീ എന്താ ഓവർ തിങ്കിങ്ങിന് വല്ല PhD എടുത്തിട്ടുണ്ടോ എന്ന്. കാര്യം എന്ന് വെച്ചാൽ ചെറിയ കാര്യം പോലും ഞാൻ അങ്ങ് ചിന്തിച്ചു പോകും. അത് എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അത് ഇപ്പൊ കുറച്ച് നാളായിട്ട് ഇപ്പൊ ഒന്നും ചിന്തിക്കാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു എൻവയോൺമെന്റിൽ അത് വന്നിരിക്കുക. കാര്യം കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര ഇതായി. ഓവർ തിങ്കിങ് വളരെ ആൻസൈറ്റി അങ്ങനെയൊക്കെ ആയി തുടങ്ങി. പിന്നെ ഞാനതിപ്പം എന്നെ തന്നെ ഒന്നും ഇതാക്കി ഒന്നും ചിന്തിക്കാതെ അധികം ഒന്നും ഡീപ്പായിട്ട് പോവാതെ ഒക്കെ ഇരിക്കുന്ന ഒരു ഇതാണ്. പിന്നെ ഒരുപാട് സ്ക്രീൻ ടൈം കൂടിയാട്ടോ. എനിക്ക് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം റീൽസ് ആണെങ്കിലും ഷോർട്സ് ആണെങ്കിലും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഒരുപാട് ഇങ്ങനെ സ്ക്രീൻ ടൈം ഇങ്ങനെ കൂടിയ ഒരു ഈ ഒരു എൻഡിങ് ഒരു നവംബറൊക്കെ തൊട്ട് ഭയങ്കര കൂടുതലായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ളൊരു ഇയർ ആയിരുന്നു. പിന്നെ കൂടുതലും നല്ല കാര്യങ്ങളും ഓർക്കാൻ കുറച്ച് നല്ല നല്ല മുഹൂർത്തങ്ങളും ഒക്കെ ഉണ്ടായ ഒരു ഇയർ ആയിരുന്നു ഇത്. അപ്പോൾ അടുത്ത വർഷം ന്യൂ ഇയർ ആവാൻ പോവാണ്. ഹോപ്പ്ഫുള്ളി അത് നല്ലൊരു വർഷം ആവട്ടെ. എല്ലാ വർഷവും
ഇങ്ങനെയാണ് കാര്യം. ഇങ്ങനെ മീൻസ് അപ്സ് ആൻഡ് ഡൗൺസ്, വിഷമം, സങ്കടം, സന്തോഷം, എക്സൈറ്റ്മെന്റ് ഇതൊക്കെ ഉണ്ടാവുന്ന ഒരു എല്ലാ ഇയറിലും ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് അതൊക്കെ സന്തോഷവും നല്ല ഹാപ്പി കാര്യങ്ങൾ ഒരുപാട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പം ഇതൊക്കെയായിരുന്നു എനിക്ക് പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ എന്റെ ലൈഫിൽ എനിക്ക് ഈ ഒരു 2023 പറ്റി ഓർമ്മ വരുന്ന കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് 2023 എന്ന് ആലോചിക്കുമ്പോൾ എന്താണ് പെട്ടെന്ന് ഓർമ്മ എന്നുള്ളത് കമന്റ് ചെയ്യാം. ആൻഡ് ഡു ലൈക്ക് ദിസ് വീഡിയോ, ഷെയർ ദിസ് വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പൊ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും കമന്റ്സ് ഞാൻ റിപ്ലൈ ചെയ്തതായിരിക്കും. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.